ഹരിപ്പാട് 10 വർഷം മുമ്പ് കാണാതായ യുവാവിൻ്റേത് കൊലപാതകമെന്ന് സംശയം. ഹരിപ്പാട് കുമാരപുരത്തു നിന്നും 10 വർഷം മുമ്പ് കാണാതായ യുവാവിൻ്റേത് കൊലപാതകമെന്ന് സംശയം. പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. തന്റെ മകനെ ഇല്ലാതാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കാണാതായ രാജേഷിന്റെ അമ്മ പ്രതികരിച്ചു. കുമാരപുരം സ്വദേശി 25-കാരനായ രാജേഷിനെ 2015 നവംബറിലാണ് കാണാതായത്. മകന് വേണ്ടിയുള്ള അമ്മയുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 10 വർഷങ്ങൾക്കിപ്പുറം രാജേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. കാണാതായതിന്റെ പിറ്റേ ദിവസം റോഡിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാജേഷിന്റേത് കൊലപാതകമാണെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചിരുന്നു. എന്നാൽ രാജേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തുന്നതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതോടെ അന്വേഷണം വഴിമുട്ടി. കാണാതായവരെ കുറിച്ചുള്ള കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് രാജേഷിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ മുടിയും രക്തവും രാജേഷിന്റെ തന്നെയെന്ന് DNA പരിശോധനയിലൂടെ വ്യക്തമായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കായംകുളം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു രാജേഷ്. മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 60 വയസ്സ് കഴിഞ്ഞ രാജേഷിന്റെ അമ്മ നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്.